ഹലോ ഗൈസ്, ഞാൻ ശങ്കർ ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാനിന്ന് ട്രാവലിംഗ് വ്ലോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മ എൻ്റെ അടുത്ത് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കാൻ പറഞ്ഞ് അത് എൻ്റെ ഇന്നത്തെ ട്രാവലിംഗ് വ്ലോഗ് കടയിൽ പോകുന്ന ട്രാവലിംഗ് വ്ലോഗാണ്. സോ ഗൈസ്, ഏതാനും നിമിഷത്തിനുള്ളിൽ നമ്മൾ ട്രിപ്പ് ആരംഭിക്കുന്നതാണ്. അതിനു മുമ്പ് ഞാൻ പോയി റെഡി ആയിട്ട് വരാം. പോകാം ഗൈസ്. വരൂ ഗൈസ്, നമുക്ക് അങ്ങോട്ട് പോയേക്കാം. ഗൈസ്, നമ്മൾ ഇനിയാണ് സൂക്ഷിക്കേണ്ടത് ഗൈസ്. ഇപ്പൊ ഇവിടെ റോഡ് എത്തിയിട്ടുണ്ട് ഗൈസ്. വണ്ടിയൊക്കെ വരണമെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ വണ്ടിയൊക്കെ വരണമെന്ന് നോക്കിയിട്ട് വേണം അപ്പുറത്ത് കടക്കാൻ. ഇനി നമുക്ക് അങ്ങോട്ട് പോയേക്കാം. പക്ഷെ ഇപ്പൊ വണ്ടി ഇല്ല. ഇടയ്ക്ക് വെച്ച് എന്നാലും വന്നേക്കാം. അതുകൊണ്ടൊരു പൂച്ച ഗൈസ്. അങ്ങനെ നടന്ന് ഇപ്പൊ ഈ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. നല്ല പ്രകൃതി രമണീയായ സ്ഥലമാണ്. നല്ല പച്ച പുല്ല് കണ്ടോ ഗൈസ്. തെങ്ങിന് തേങ്ങ, പിന്നെന്തോന്ന്, ചില തെങ്ങിന് തേങ്ങയുണ്ട്, ചില തെങ്ങിന് തേങ്ങ ഇല്ല. കണ്ടോ ഗൈസ്, ഒരു മപ്പ് വാഴ, പൊളി വാഴ, മപ്പ് വാഴയാണ് ഗൈസ്. അവിടെ ആ സ്ഥലത്ത് മാത്രമായിട്ട് നിൽക്കണുണ്ടോ. പിന്നെ കുറെ മരങ്ങളുണ്ട്. പിന്നെ ഒരു മരം ഇടിഞ്ഞ് വീണിട്ടുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. കുറെ പാറക്കല്ലുകൾ. ഇതിൻ്റെ അകത്ത് കയറണമെന്നുണ്ട്, പക്ഷെ ഇവിടെ പാമ്പുണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല ഗൈസ്. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. കണ്ടോ ഗൈസ്, ഒരു പട്ടിയൊന്നും പറയാൻ പറ്റില്ല, 2 പട്ടി കണ്ടോ. ഒരു പട്ടി കാറിൻ്റെ ഇടയിൽ കിടന്ന് ഉറങ്ങുകയാണ് ഗൈസ്. നിങ്ങൾ പട്ടിയെ കാണുമ്പോൾ ഓടരുത്, എങ്കിൽ നമ്മുടെ പിറകെ വന്നത് നമ്മളെ കടിക്കും കേട്ടോ ഗൈസ്. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. പിന്നെയാണെങ്കിൽ നിങ്ങൾ പോകുമ്പോൾ പട്ടിയൊക്കെ കഴിഞ്ഞ് ബാക്കിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കരുത് ഗൈസ്. അത് ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കിയാൽ അതിനെ പിടിക്കാനാണെന്ന് അത് വിചാരിക്കും. ഈ നമ്മളെ കടിക്കും. അത് ഓടരുത് ഗൈസ്. കണ്ടോ ഗൈസ്, ഒരു ഓട ഗൈസ്. ഗൈസ്, ഇതിൻ്റെ അകത്ത് കുറെ നേരം എത്തി നായിക്കൊണ്ടിരിക്കണ്ട ഗൈസ്. എത്തി നായിക്കൊണ്ടിരുന്നാൽ ഞാൻ ഓടയ്ക്കകത്ത് കിടക്കും ഗൈസ്. പിന്നെ കണ്ടോ ഗൈസ്, ഞാൻ ദൂരെ നിന്ന് നോക്കിയപ്പോൾ അതൊരു കുളമാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് റോഡിൻ്റെ അവസ്ഥ കണ്ടോ ഗൈസ്. ഏതാണ്ട് അതൊരു കുഴിയാണ്. അതിൻ്റെ അകത്ത് മഴ പെയ്തപ്പോൾ വെള്ളം കെട്ടി കിടക്കുകയാണ് ഗൈസ്. ഞാൻ അതിൻ്റെ അകത്ത് മീനോ വല്ല മുതലേ ഉണ്ടോ എന്ന് നോക്കട്ടെ ഗൈസ്. ഗൈസ്, മീനില്ല, മുതലയില്ല, പക്ഷെ എൻ്റെ മുഖം ഇതിൻ്റെ അകത്ത് കാണാം. വരൂ ഗൈസ്, ഇതിൻ്റെ അകത്ത് ചവിട്ടാൻ നിൽക്കണ്ട ഗൈസ്. അങ്ങനെ നടന്ന് ഞാനൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ്. അതുകൊണ്ടൊരു മീൻ കച്ചവടം നമുക്ക് ആ മാമൻ്റെ പേരൊക്കെ ഒന്ന് ചോദിച്ച് നമുക്ക് വരാം. മാമൻ്റെ പേരൊക്കെ മാമ, ഈ കൊറോണയൊക്കെ ആയിട്ട് മീൻ കച്ചവടമൊക്കെ ഉണ്ടോ? മാമന്റെ കച്ചവടമൊക്കെ എങ്ങനെ പോണു? മാമന്റെ വീട്ടിൽ പോയിട്ട് മാമന്റെ മക്കളെയൊക്കെ ഇല്ലേ, മൊബൈൽ ഉണ്ടല്ലോ കയ്യില്, ആ യൂട്യൂബ് ചാനലില് ശങ്കർ വ്ലോഗ്സ് എന്ന് അടിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം, കമന്റും ചെയ്യാൻ പറയണം, ലൈക്കും ചെയ്യാൻ പറയണം. ശങ്കർ വ്ലോഗ്സ് എന്നാണ് പേര്. ഇനി നമുക്ക് അങ്ങോട്ട് നടന്നു പോവാം ഗൈസ്. അങ്ങനെ നമ്മൾ നടന്ന് ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതിന്റെ അപ്പുറത്ത് കാടാണ് ഗൈസ്. ഇതിലെ പോയാലും അതിലെ പോയാലും കടയിലെത്തും. നിങ്ങൾക്ക് കാഴ്ചകൾ ഓരോ
നിങ്ങൾ ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് ഇപ്പൊ സ്കൂളൊന്നുമില്ല. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ രാവിലെ എണീച്ച് സ്കൂളിലായിരുന്നു പോയത്. പക്ഷെ ഇപ്പോഴാണെങ്കിൽ കൊറോണ ആയിട്ട് സ്കൂളില്ല, അതുകൊണ്ട് നമ്മൾ രാവിലെ എണീച്ച് കടയിലാണ് ഇപ്പൊ പോണത്. അങ്ങനെ നമ്മൾ കടയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ആള് കൂടി നിൽക്കണുണ്ടോ, അവിടെയാണ് അതാണ് ആ കട. അവിടെയാണ് ഞാൻ എപ്പോഴും ചെല്ലാറുള്ളത്. ഇപ്പൊ ആൾക്കാരുണ്ട്, ഇപ്പൊ കൊറോണ അല്ല, അതുകൊണ്ട് സാമൂഹിക അകലമൊക്കെ പാലിക്കണ്ട. അതുകൊണ്ട് അവരൊക്കെ പോയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഗൈസ്, അങ്ങനെ കടയിൽ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെയുള്ള ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ഇന്ന് ഈ കടയിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. കണ്ടോ ഗൈസ്, നല്ല ഫ്രഷ് പഴം. മാമ 1/2 കിലോ പഞ്ചസാര, പിന്നെ 10 രൂപയ്ക്കുള്ള തേയിലപ്പൊടി, പിന്നെ മുറുക്കുണ്ടാമ. എത്ര രൂപയ്ക്കുള്ള? ഗൈസ് കണ്ടോ ഗൈസ്, നല്ല ഫ്രഷ് പഴമാണ് ഗൈസ്. പിന്നെ കുറേ ലൈസ് ഉണ്ട് ഗൈസ്. പിന്നെ ഇവിടെ കുറേ ഇതിൻ്റെ അടിയിൽ എന്തൊക്കെ കുറേ സാധനങ്ങളുണ്ട്, കഴിക്കേണ്ടതാണ് ഗൈസ്. പിന്നെ അവിടെ ഷേവ് ചെയ്യണം, മറ്റേ സേവിങ് സെറ്റ്. പിന്നെ നല്ല ഫ്രഷ് പഴം, പിന്നെ കപ്പപ്പഴം, ഏത്തപ്പഴം, മോറീസ് ഉണ്ടെന്ന് തോന്നുന്നു. അത് ഞാനാണ് ശങ്കരൻ. താങ്ക് യു ഗൈസ്. അങ്ങനെ പല പല ഐറ്റങ്ങളുണ്ട് ഗൈസ്. വിച്ച് മുട്ടായി, അങ്ങനെ പല പല ഐറ്റം. മാമ ലോലിപോപ്പ് ഉണ്ടോ? പിന്നെ നോക്കട്ടെ. ഇത് നല്ല 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 ടേസ്റ്റ് ഉള്ള മുട്ടായാണ് ഗൈസ്. ഇതിന്ന് പറഞ്ഞോ എടുത്തോ മാമ, നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ് ഇതിന്. സോ ഗൈസ്, ഇനി നമുക്ക് അങ്ങനെ സഞ്ചി എടുക്കാം ഗൈസ്. അയ്യോ ഗൈസ്, ചിത്രീകരിക്കുന്നതുകൊണ്ട് പാടാ ഗൈസ്. ഇനി നമുക്ക് ബാഗ് ഞാൻ തൂക്കാം. ഇനി അത് അടയ്ക്കണം. എത്രയായി മാമ എല്ലാം കൂടെ? 75 100 രൂപ ഉണ്ട്. ഗൈസ്, ടാറ്റാ മാമ, ടാറ്റാ ഗൈസ്. അങ്ങനെ പൈസ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഗൈസ്, അങ്ങനെ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് അച്ചീവ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇവിടെ ഒരു എമണ്ടൻ തേരിയുണ്ട് ഗൈസ്. അതിന്റെ മണ്ടയിൽ നമുക്ക് എങ്ങനെ കയറി തീർക്കാനാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് ഇനി അതിന്റെ മണ്ടയിൽ കയറാം. സത്യം പറഞ്ഞ് ഇതൊന്നും എനിക്ക് വലിഞ്ഞു കയറേണ്ട ആവശ്യമില്ല. ഇങ്ങോട്ട് പോയാലും വീട്ടിലെത്തും. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത് ഗൈസ്. ഇനി നമുക്ക് ഇതിന്റെ മണ്ടയിൽ കയറാം. പക്ഷേ ഇതിന്റെ മണ്ട കയറിയ പൊള്ളിയാണ്. പരന്ന റോഡാണ് ഗൈസ്. വരൂ ഗൈസ്, നമുക്ക് നേരെ റോഡിനകത്ത് കയറാം. കണ്ടോ ഗൈസ്, ഇത്രയും വലിയ തേരിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കയറിയിരിക്കുന്നത്. നമ്മള് സീനിച്ച് പോയി ഗൈസ്. ഇനി നമുക്ക് എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കാൻ അന്വേഷിക്കാം ഗൈസ്. ഇത്തിരി വെള്ളം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് ഗൈസ്. ഇപ്പൊ വെള്ളം ഒരിടത്തും കിട്ടൂല ഗൈസ്. അതുകൊണ്ട് നമുക്ക് പോവാം. വരൂ ഗൈസ്. ഗൈസ്, അങ്ങനെ ഇരിക്കാനായിട്ട് ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. ഈ വാച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഗൈസ്? പണ്ട് എനിക്ക് അമ്മ ബലൂണുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു തന്നെയാണ് ഗൈസ്. പിന്നെയാണെങ്കിൽ ഇനി നമുക്ക് അങ്ങോട്ട് വിശ്രമ വേളയാണ് ഗൈസ്. ഇപ്പൊ ചിലവർക്കാണെങ്കിൽ കടയിൽ പോകാനൊക്കെ ഭയങ്കര മടിയാണ് ഗൈസ്. പിന്നെയാണെങ്കിൽ നമ്മളെ പോലെ ഷൂ ബാഗൊക്കെ അങ്ങനെ തൂക്കിക്കൊണ്ട് പോകണം ഗൈസ്. പിന്നെയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഓരോ സെക്കൻഡ് വിലപ്പെട്ടതാണ് ഗൈസ്. കടയിൽ പോകണമെങ്കിൽ പോലും നിങ്ങൾ ആസ്വദിച്ചിട്ട് പോകണം. നല്ല ഹാപ്പി ആയിട്ട് പോകണം ഗൈസ്. നിങ്ങളിത് മറക്കരുത്. നിങ്ങളെ വീട്ടുകാരെ സഹായിക്കുക എന്നുള്ളത് നിങ്ങളെ കടമയാണ്. കണ്ടോ ഗൈസ്, ആകാശമൊക്കെ നല്ല നീല കളർ ഗൈസ്. പൊളി. ഒരു മഴ വരവുണ്ട് ഗൈസ്. അത് നല്ല വരവ് ഗൈസ്, പൊളിക്കും. ഇനി നമ്മൾ ഗൈസ് എന്തായാലും ചെറിയ മഴയൊക്കെ ചാറലുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം. നമ്മൾ എന്തായാലും വീട്ടിന്റെ അകത്ത് വന്നതല്ലേ,
കണ്ടോ ഗൈസ്, കണ്ടോ? ഇനി നമുക്ക് കഴുകാം. നമ്മളെന്തായാലും പൈപ്പ് തൊട്ടയില്ല, പൈപ്പ് കൂടി സോപ്പിട്ട് കഴുകിയേക്കാം. അങ്ങനെ വിജയകരം